ആരെയും പറ്റിക്കരുത്. ബാക്കിയുള്ള തെറ്റൊക്കെ ഒരു വിധം പുറത്തു കിട്ടും. മനുഷ്യരെ തൊട്ടാൽ, മനുഷ്യരെ വേദനിപ്പിച്ചാൽ അവിടെ ഹജ്ജ് പരിഹാരമല്ല. എന്നോർമ്മയുണ്ടോ? ആരാണ് LP സ്കൂളിൽ നമ്മൾ ഒന്നിച്ച് പഠിച്ചല്ലേ 4ാം ക്ലാസ് വരെ? അതെ. അതുകൊണ്ട് അന്ന് നീ ഉപ്പിലിട്ട ഒരു മാങ്ങ വാങ്ങാൻ വേണ്ടിയിട്ട് 5 രൂപന്റെ മാങ്ങ വാങ്ങാൻ 4 രൂപ ഉണ്ടായിട്ടുള്ളൂ. അന്ന് 1 രൂപ നീ കടം വാങ്ങിയിരുന്നു. 28 കൊല്ലത്തിന് ശേഷം അത് തിരിച്ചു. എന്ത് ചാങ്ങി. അപ്പൊ വേറൊരാൾ കൊടുക്കും. അതെ, എന്താണ് അതിനകത്തുള്ളത്? നീ മുമ്പ് ഒരു ബസ്സിൽ കയറിയ സമയത്ത് 50 പൈസ എന്നോട് കടം വാങ്ങി. എപ്പോ? 16 കൊല്ലം മുമ്പ്. അത് ഇപ്പൊ തിരിച്ചു. എങ്ങനെ ഉണ്ടാവും നമ്മുടെ ഒരു മാനസികാവസ്ഥ? ഇതേപോലെ നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് എത്തിയിട്ട് സ്വർഗം കിട്ടുന്ന അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു വർത്തമാനത്തിന് മുതിരുമ്പോഴാണ് പലരും വന്നിട്ട് ഇയാളെന്നെ ഗൈബത്ത് പറഞ്ഞത്. ആര്? ഭാര്യന്റെ ഉമ്മ, ഭർത്താവിന്റെ ഉമ്മ, പെങ്ങന്മാര്, നാട്ടുകാര് പലരും പറയുന്നത് ഇയാൾ എന്നോട് കടം വാങ്ങിന് ഗൈബത്ത് പറഞ്ഞു, നമീമത്ത് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. എന്തൊരു നാണക്കെട് പരിപാടി! എന്തൊരു നാണക്കെടായിരിക്കും. ഇബ്നു സിക്കന്ദരി തങ്ങൾ പറഞ്ഞത് ആരെയും പറ്റിക്കരുത്. ബാക്കിയുള്ള തെറ്റൊക്കെ ഒരു വിധം പുറത്തു കിട്ടും. മനുഷ്യരെ തൊട്ടാൽ, മനുഷ്യരെ വേദനിപ്പിച്ചാൽ അവിടെ ഹജ്ജ് പരിഹാരമല്ല. ഒരാളോട് 2 രൂപ കടം വാങ്ങി, 4 ഹജ്ജ് ചെയ്തു. ഈ 2 രൂപക്ക് പകരമോ? ഇല്ല. കഅബന്റെ ഉള്ളിൽ 30 കൊല്ലം ഇബാദത്ത് ചെയ്തു. പരിഹാരമോ?